അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ അജ്ഞാത പരിശീലനം കണ്ടില്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തിയതാണ്. നമുക്ക് എല്ലാവർക്കും ഈ അജ്ഞാത പരിശീലനം കീഴിലുള്ളവരാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന് പകരം ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ആത്മീയമായി ജീവിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയല്ല സംഭവിക്കണമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അജ്ഞാത പരിശീലനത്തിൻ്റെ നിറം കെടുത്തിക്കളെ. അപ്പോൾ ഈ അജ്ഞാത പരിശീലനം എന്താണെന്നറിയാമോ? അതായത് ഉദാഹരണത്തിന് ആ ഗോലിയത്ത് വരുന്നില്ലേ, രാക്ഷസൻ. അപ്പോൾ ഇസ്രയേലിലുള്ള എല്ലാ ക്യാപ്റ്റന്മാരും ബ്രിഗേഡിയർമാരും എല്ലാം അവർ ലീവ് എടുത്ത് വീട്ടിൽ പോകും. വീട്ടിൽ പോയവരാണെങ്കിൽ ഭാര്യമാരെ വിടത്തുമില്ല. കാര്യം ഗോലിയാത്ത് പേര് കേട്ട രാക്ഷസനാണ്. അതുകൊണ്ട് ലീവിന് വീട്ടിൽ പോയാൽ ആരും തിരിച്ചു വന്നില്ല. സാവോൾ രാജാവ് കെട്ടിലായി. ഇസ്രയേൽ ഭയങ്കര നാണക്കേടായി.
അത് കേട്ടപ്പോഴാണ് ഗോലിയത്താണെങ്കിൽ അതിർത്തി കിടന്ന് ഭയങ്കര വെല്ലുവിളി. അപ്പോൾ ദാവീദ് അവിടെ അപ്പം കൊടുക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് അപ്പം കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഇവനിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് ദാവീദിന് ചുരുക്കി പിടിച്ചു. അപ്പോൾ ദാവീദ് എടുത്ത് വയ്ക്കുമ്പോൾ, നീ ചത്ത പട്ടി, എൻ്റെ കർത്താവിനെ ഭത്സിക്കാൻ ഇവൻ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടന്മാരറിയാതെ ഈ ദൈവസ്നേഹത്തെ കാളി ഇവൻ ദാവീദിൻ്റെ ഇത് പറയും, ഗോലിയാത്തിനെ കൊല്ലാൻ ഞാൻ പോകാമെന്ന് പറയും. അപ്പോൾ സാവോൾ നോക്കുമ്പോൾ ഇവനൊരു പയ്യൻ, ഇടയ പയ്യനാണ്. വെറുതെ ഇവനൊക്കെ പറഞ്ഞു വിട്ട അയാൾക്ക് ഈ അവൻ ഒട്ടിക്കളയാണ്. അതുകൊണ്ടാണ് സാവോൾ മുടക്കാൻ വേണ്ടി, നിനക്ക് പരിശീലനം വല്ലതും കിട്ടിയ ആളാണ്, നിനക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പരിശീലനം വല്ലതും കിട്ടിയോ? അപ്പം കിട്ടിയില്ലെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പോടാന്ന് പറയാൻ പറ്റും. അതാണ് അങ്ങനെ അവന് മടക്കാൻ പറ്റും. അവനെ ഒഫൻഡ് ചെയ്യാതെ മടക്കാൻ വേണ്ടി സാവോൾ ചോദിക്കുക, നിനക്ക് യുദ്ധം ചെയ്ത് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പം ദാവീദ് അപ്പോൾ പറയും, എനിക്ക് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു സിംഹത്തെ കൊന്നിട്ടുണ്ടെന്ന് പറയും. അവിടുത്തെ ആരും, സാവോൾ പോലും ഒരു സിംഹക്കുഞ്ഞിനെ പോലും കൊന്നിട്ടില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാവോളിന് കോൺഫിഡൻസ് ആവും. പക്ഷെ എന്താണ് സംഭവിക്കണത്? ഇവനെ ദൈവം ഗോലിയാത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടി അജ്ഞാതമായ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില ഭയങ്കര തന്ത്രപ്രധാനമായ പരിശീലനം വനങ്ങളുടെ ഉള്ളിൽ നടത്തത്തില്ലേ ചില കൂട്ടം ആൾക്കാർ, അതുപോലെ ദൈവം ഇവനെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വനാന്തര ഭാഗങ്ങളിലൊരു പരിശീലനം നടത്തുകയാണ്. ഇവൻ്റെ ആടിനെ പിടിക്കാൻ ചിലപ്പോൾ കരടി വരും, ചിലപ്പോൾ സിംഹം വരും. അതുമായിട്ട് ഇവൻ മൽപ്പിടുത്തത്തിലാകും. അവസാനം ദാവീദിന് ജയിക്കണ രീതി കോൺഫിഡൻസ് ആകും. അപ്പം അതുപോലെ അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇതുപോലെ നമ്മൾക്കും കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ദൈവം അജ്ഞാതമായ പരിശീലനം നമുക്ക് നൽകുന്നതാണ് നമ്മളുടെ ക്ലേശങ്ങളെന്ന്. അജ്ഞാത പരിശീലനമാണ് ഓരോ ക്ലേശങ്ങളും. അപ്പോൾ ഒരു ക്ലേശം നമ്മളുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവമാണ് എന്നെ പരിശീലിപ്പിക്കണത്. ഭാവിയിൽ ഈ സാക്ഷ്യ ജീവിതത്തിന് ഇതാവശ്യമായി വരും എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം. അല്ലാതെ എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ദൈവനോട് ഇങ്ങനെ ചെയ്തല്ല എന്നൊക്കെയുള്ള ഒരു വിവരക്കേടൊന്നും പറയരുത്. കാര്യം ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അജ്ഞാത പരിശീലനം ദൈവം നടത്തുമ്പോൾ ദൈവ പൈതലാണ് നീയെങ്കിൽ നിനക്ക് പെട്ടെന്ന് മനസ്സിലാകും. ജഡിക സന്താനമാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അവരങ്ങനെ മുങ്ങിക്കൊണ്ട് പ്രാർത്ഥന കുറച്ച്, പള്ളിപ്പോക്ക് കുറച്ച്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ പ്രാർത്ഥിക്കുന്നതോറും ക്ലേശങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വീട്ടിൽ ചുമ്മാ ഇങ്ങനെ അളിഞ്ഞ വർത്തമാനവും പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് വീട്ടിലിരിക്കും. അതിൻ്റെ അർത്ഥം നീ ഈ ഒരു സാധനം കൊണ്ട് ചിലപ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നും വരാം. ചിലപ്പോൾ ദൈവം നിന്നെ ഇത്രയും നാളുള്ള ജോലിയിൽ നിന്നെക്കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് കണ്ടിട്ട് ചിലപ്പോൾ ദൈവസന്നിധിയിൽ നിന്നെ തള്ളിക്കളയണമെന്നുമാകുക. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിക്കണമെന്നുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് പരിശുദ്ധ പ്രവർത്തിക്കാനും പാടാണല്ലോ. അപ്പം ജഡിക സന്താനമല്ലാതെ സത്യസന്ധമായ ദൈവത്തെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ അജ്ഞാത പരിശീലനങ്ങൾ നടക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ദിൽമ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 26 തീയതിയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ കാരണം എനിക്ക് 2023 ജൂലൈ മാസം മുതൽ 2022 ജൂലൈ മാസം മുതൽ ശക്തമായ തലവേദനയും ചെവിയിൽ നെഞ്ചിടിപ്പ് പോലുള്ള ശബ്ദവും ചെവിയിലെ മൂളക്കം, കണ്ണുവേദന, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാൻ തുടങ്ങി. ഞാൻ ഒമാനിലാണ് ജോലി ചെയ്യണേ, നേഴ്സാണ്. അപ്പോൾ 2-3 മാസം ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും ഞാൻ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രെയിനിൻ്റെ CT എക്സ്റേ സ്കള്ളാണ് എടുത്തത്. സ്കള്ളിൻ്റെ 2 സൈഡിലുള്ള സൈനസിലെ ഉള്ള വ്യത്യാസം 2 സൈഡും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി CT സ്കാൻ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ എടുത്ത് നോക്കണം, ലക്ഷണങ്ങൾ അതുപോലെ തോന്നിക്കുന്നുണ്ടെന്ന് ENT ഡോക്ടർ പറയുണ്ടായി. അങ്ങനെ അത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര ടെൻഷനായി.
ഭയങ്കര പേടിയായി. അതിനു മുന്നേ ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ വീഡിയോസും പേപ്പറൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു, വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ഞാനത് പ്ലേ ചെയ്ത് കാണാറുണ്ടായിരുന്നില്ല. എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല. കൊന്ത ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കുർബാന കൂടാറുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിലും കൃപാസനത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിനോട് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. പേപ്പറുകളാണെങ്കിലും വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് തലവേദന ഭയങ്കര ശക്തമായിട്ട് വരാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെ തലവേദന വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിക്കുക, കുറച്ച് സമയം കിടക്കുക, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ പതുക്കെ കുറഞ്ഞു വരാറുണ്ട്. അന്നത്തെ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല, ഓഫായിരുന്നു. എന്നിട്ടും റെസ്റ്റ് എടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ടാബ്ലറ്റ് കഴിച്ചിട്ടും ഒന്നും എനിക്ക് തലവേദന പോകാണ്ടായി. പിന്നെ വല്ലാത്ത ടെൻഷനും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കുറച്ച് സമയം, ഒരു അരമണിക്കൂറോളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഈ യൂട്യൂബ് വീഡിയോസിൽ കൃപാസനത്തിലെ അച്ഛൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് കണ്ടത്. അതിനകത്ത് ഹെഡിങ് കണ്ടത് ബ്രെയിൻ ട്യൂമർ മാതാവ് സുഖപ്പെടുത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു. അപ്പം ഞാൻ വല്ലാതെ വണ്ടറായിപ്പോയി. കാരണം എൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു വീഡിയോ അത് എനിക്ക് വേണ്ടിയിട്ടാണോ, ഞാനത് കേൾക്കേണ്ടതാണല്ലോ എന്ന് തോന്നി. അപ്പോൾ അത് നോക്കിയിരിക്കാൻ എൻ്റെ കണ്ണിന് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പ്ലേ ചെയ്ത് സൈഡിൽ വെച്ചിട്ട് ബെഡിൽ കിടന്നു. അപ്പോൾ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ കുറേ സമയം നോക്കണം, ഉറങ്ങാനും പറ്റുന്നുണ്ടാകാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആ വീഡിയോ കേട്ടിട്ട് കിടന്നു. കുറേ സമയം ആ വീഡിയോ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അതും ഇങ്ങനെ കേട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതിനകത്ത് മാതാവ് വന്നൊരു ചേച്ചീനെ തൊട്ട് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തി തന്നെ ഒരു സാക്ഷിയായിരുന്നു. അങ്ങനെ ഉറങ്ങി, ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഒരുപാട് വൈകി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒട്ടും വേദനയില്ല, ഇതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ആ സമയത്ത് തോന്നി. അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് നോക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ടോക്കും ആരാധനയൊക്കെ കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ കണ്ടു. അപ്പോൾ അതിൽ ഞാൻ റിക്വസ്റ്റ് എഴുതി പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് നാട്ടിൽ പോയിട്ട് CT അല്ലെങ്കിൽ MRI സ്കാൻ എടുത്ത് നോക്കണം. നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. എനിക്ക് 2 കുട്ടികളാണ്, ഒരാൾ 8 വയസ്സ്, ഒരാൾ 3 വയസ്സ്. ഇതെൻ്റെ ഭർത്താവാണ് കൂടെയുള്ളത്. അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എമർജൻസി ലീവിന് അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് 18 ദിവസം ലീവ് കിട്ടി. അങ്ങനെ ലീവ് വന്ന് ഇവിടെ ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇവിടെ വന്നു. CT സ്കാൻ എടുത്തു. അതിനകത്ത് CT സ്കാനും എടുത്തു, MRI എടുത്തു, 2 എടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് നോർമലാണ്, ബ്രെയിൻ ട്യൂമറിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. കൂടാതെ ഉണ്ടായിരുന്നത് ഞരമ്പിൻ്റേതായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി സമാധാനം തോന്നി. അതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് എനിക്ക് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയുടെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടേ അവിടെ വെച്ചിട്ടേ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടെ ഞങ്ങളുടെ കടയിൽ കുറച്ച് കടകൾ, മെഴുകുതിരി ഒന്നും കിട്ടാനില്ലാത്തൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ മെഴുകുതിരി, പച്ചത്തിരി, നീലത്തിരി ഉണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, വെള്ളത്തിരി പോലും കിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ എങ്ങനെ പച്ചത്തിരി നീലത്തിരിയും വാങ്ങി കത്തിക്കുക അമ്മേന്ന് ചോദിച്ചു. അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരി വാങ്ങാറുള്ളൊരു കടയുണ്ട്, അവിടെ വല്ലപ്പോഴേ തിരി ഉണ്ടാവുള്ളൂ. അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ആ കട ചെന്നപ്പോൾ അവിടെ തിരിയില്ല. അങ്ങനെ വേറൊരു കുഞ്ഞു കടയുണ്ട്, ആ കടയിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പം 2 പാക്കറ്റ് തിരി ഉണ്ട്, അത് എടുത്തോ മോളേന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. 8 തിരിയുണ്ട്, 4 പച്ചത്തിരി, 4 നീലത്തിരി, ശരിക്കും ഇവിടുത്തെ അതേ കളറ്. ശരിക്കും ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 സിസ്റ്റർമാരുണ്ട്. ഈ 4 സിസ്റ്റർമാരും ക്രിസ്ത്യാനികളാണ്. ഇവരെല്ലാവരും കൃപാസനം അമ്മയെ പ്രാർത്ഥിക്കുന്നവരാണ്, പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുള്ളവരാണ്. എല്ലാവരും ഒരേപോലെ കണ്ണ് നിറഞ്ഞ് രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞു, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ സ്കാനെല്ലാം നോർമലായിരുന്നു, സമാധാനമായി. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ വീട് പണിക്ക് വേണ്ടിയുള്ള നിയോഗം വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒക്ടോബറിൽ തിരിച്ചു പോയി. അങ്ങനെ കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ആ സമയത്ത് ജനുവരിയിൽ ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ജനുവരി 26-നായിരുന്നു ഉടമ്പടി പുതുക്കേണ്ടത്. 24 ആയപ്പോൾ ആൾ പോവാണ്, നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടേക്ക് വന്നു. 2 ദിവസം നേരത്തെ വന്നതാണ്. ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി തിരിച്ചു പോകും വഴിക്ക് കരുവന്നൂർ വെച്ചിട്ട്, ഞങ്ങൾ ഇരിങ്ങാലക്കുടയാണ്,
കരൂപ്പട എന്ന് വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിക്കപ്പ് വാൻ വന്നിട്ട് 2-3 സ്കൂട്ടറുകളും 2-3 വണ്ടികൾ ഇടിച്ച് തെറിപ്പിച്ചു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി പറ്റിയത് ഹസ്ബൻഡിന് ചേട്ടനായിരുന്നു. ആ പിക്കപ്പ് വാൻ വന്ന് 3-4 വണ്ടികൾ ഒരുമിച്ച് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ആളെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ റിലേറ്റീവ്സ് ആരും ഇല്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ഫോണിൻ്റെ തൊട്ട് പിന്നിലായിട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാണാൻ പറ്റും. എന്തോ ഒരു അത്ഭുതത്തിന് ഫോൺ ലോക്കായിരുന്നില്ല. പെട്ടെന്ന് തന്നെ റിലേറ്റീവ് വലിയപ്പച്ചൻ്റെ മോനെ വിളിച്ചു. ആൾ തന്നെ പാഞ്ഞെത്തി. ഫോണിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഫോൺ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരും അറിയിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഹെഡ് ഇഞ്ചുറി ആണെന്നാണ് സംശയിച്ചത്. പക്ഷെ അവിടെ ചെന്നു ഫസ്റ്റ് ഡേ അവർ പറഞ്ഞു ഹെഡ് ഇഞ്ചുറി, സ്കാനിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും അടുത്ത ഹാർട്ടിൻ്റെ സ്കാൻ വന്നപ്പോൾ ഹാർട്ടിൻ്റെ മഹാധമനി അയോട്ട പൊട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ബ്ലഡ് ഒഴുകി ഹാർട്ടിലേക്ക് ലങ്സിലേക്ക് വന്ന് പൂളായി കിടക്കുകയാണ്. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഞാൻ ആ സമയത്ത് ഗൾഫിലാണ്, ഇവിടെ ഇല്ല. അതുകൂടാതെ വാരിയലുകളെല്ലാം പൊട്ടി തകർന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഇടത് ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഫേഷ്യൽ ബോൺ എല്ലാം ഫ്രാക്ചർ ആയിട്ടുണ്ട്. വലത് കണ്ണിൻ്റെ മുകളിൽ വലിയ ഡീപ്പ് ഇഞ്ചുറി, വലത് കാലിൻ്റെ മുട്ട് ഇഞ്ചുറി, അകത്തുള്ള എല്ലാ ഓർഗൻസും ലിവർ, പാൻക്രിയാസ്, കിഡ്നി എന്ന് വേണ്ട എല്ലാ ഓർഗൻസിലും ഇഞ്ചുറീസ്, ഇൻറ്റസ്റ്റൈൻ ബ്ലീഡിങ് എല്ലാമായിട്ടാണ് ആളെ ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ ചെന്ന് സ്കാൻ അയോട്ടോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ് കണ്ടീഷൻ. നമ്മുടെ ഒരു എക്സാമ്പിൾ ഡോക്ടർ പറഞ്ഞത് അന്നിങ്ങനെയാണ്, ഒരു കപ്പക്കോലിൻ്റെ നൂല്, കപ്പക്കോല് നമ്മൾ ഒടിച്ച് മാല ഉണ്ടാക്കുമ്പോൾ ഒരു നൂല് പോലെ ഉണ്ടാവും. ആ നൂലിൻ്റെ കനവുള്ളൂ ഇപ്പോൾ അയോട്ടയ്ക്ക്. അത് എന്തോ ഒരു അത്ഭുതം കൊണ്ട് ക്ലോട്ടായിട്ട് ബ്ലഡ് അനങ്ങാതെ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പ്രഷർ വന്നാൽ അതെപ്പോൾ വേണേലും പൊട്ടാനും അതുപോലെ ബ്ലീഡിങ് ആവാനും എന്ത് വേണേലും ആൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അയോട്ട സ്റ്റെൻറ്റ് ഇടണം. അതൊരു മേജർ സർജറിയാണ്. ആ സ്റ്റെൻറ്റ് നമ്മുടെ ഇവിടെ ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവരണം. അതിന് 10-18 ലക്ഷം രൂപയോളമാണ്. 18 ലക്ഷം രൂപയാണ് ഹാർട്ടിൻ്റെ ഈ സർജറിക്ക് മാത്രം അവർ പറഞ്ഞ കോസ്റ്റ്. ഞങ്ങളാകെ എന്താ പറയുക, എല്ലാവർക്കും അറിയാമല്ലോ ആ അവസ്ഥ. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വീട് പണിയുടെ തറ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ആ സമയത്താണ് ആളതിൻ്റെ ഓട്ടത്തിനിടയിലാണ് ഇവിടേക്ക് വന്നതും. ആകെ എന്താ ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടേക്ക് ഞാൻ എമർജൻസി ലീവ് അപ്ലൈ ചെയ്തു. ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പോന്നു. 24-ാം തീയതി ആക്സിഡൻറ്റ് പറ്റി. 25, 26, 2-3 ദിവസം ഞങ്ങൾ വെയിറ്റിങ്ങിൽ ആളെ ഒരു ICUവിൽ ഒറ്റയ്ക്കൊരു നേഴ്സും ആളും ക്രിട്ടിക്കലായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. കാരണം എന്തോ ബ്ലോക്ക് കാരണം കൊണ്ട് സ്റ്റെൻറ്റ് വരാൻ വൈകുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഞാൻ അവിടെ നിന്ന് വന്നിറങ്ങിയ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ എണ്ണയും തൈലവും ഉപ്പും കൊന്തയൊക്കെ ലോക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞ നിമിഷം മുതൽ മാതാവിനെ മുറുകി പിടിച്ചേക്കാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് മാതാവിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു പോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് മാതാവ് കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഇങ്ങനെ സംഭവിക്കേണ്ട എന്ത് കാര്യമുണ്ട്, മാതാവ് ഇവിടേക്കല്ലേ വന്നേ, എന്നിട്ട് ഇങ്ങനെ പറ്റിയെന്ന് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ആ സമയത്ത് ഞങ്ങളുടെ ആൻറ്റിമാരൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുത്തവർ. അവർ വരയ്ക്കും ചോദിക്കും, ഞങ്ങളിനി പ്രാർത്ഥന ചൊല്ലുന്നില്ല, എന്തിനാ ഇതുപോലൊരു മോൻ ഇങ്ങനെ സംഭവിച്ചിട്ട് ഞങ്ങളിനി എന്തിനാ മാതാവിനെ വിളിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. മാതാവ് എന്തിനാ ഇവിടെ ഇതുപോലെ കൊണ്ടൊന്ന് നിർത്തണമെന്ന് മാതാവിന് അന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി കൊണ്ടുവരായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇവിടെ വന്ന് ഉടനെ തന്നെ ICUവിൽ കയറ്റി കാണിച്ചപ്പോൾ ഞാൻ ചേട്ടനെ തൈലം പൂശി പ്രാർത്ഥിച്ചു. ചേട്ടനെ കോൺഷ്യസ് ആയിരുന്നു. 24 അവർ കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോധം വന്നു. 3-ാം ദിവസമാണ് ഞാൻ നാട്ടിലെത്തിയത്. എന്നിട്ടും തിരി കത്തിച്ച് മാതാവിൻ്റെ തൈലവും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിച്ചു. കാശ് രൂപം തലയുടെ അടിയിൽ കൊന്തയോടുകൂടി ചേർത്ത് വെച്ചു. ദേഹമാസകലവും ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഈ മൊബൈൽ ഫോണിൻ്റെ ബാക്കിലുണ്ടായിരുന്നൊരു ഫോട്ടോ. ആ ഫോട്ടോ എടുത്താൽ ആ പില്ലോൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഓപ്പറേഷൻ അത്രയും ക്രിട്ടിക്കലാണ്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്, ഇടതുവശം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്, ഓർമ്മ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഡോക്ടർ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളിതൊന്നും മാതാവിൻ്റെ ഒരു അത്ഭുതം ഉണ്ടാവുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. അന്ന് ഇവിടേക്ക് ഞങ്ങളെല്ലാവരും വിളിച്ചിരുന്നു. മാറി കൃപാസനത്തിൽ വിളിച്ചപ്പോഴും ബ്രദർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. മാതാവിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് മാതാവ് ഉറപ്പായിട്ടും അവനെ കൈവിടില്ല, വേഗം സുഖമാകും. ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ, ഞാൻ വരും, ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ചേർത്ത് വരണം എന്നാണ് വിചാരിച്ചിരുന്നത്. കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ വന്ന് നിന്നേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് അത് കഴിഞ്ഞ് 30-ാം തീയതി രാവിലെ ഓപ്പറേഷൻ.
ജനുവരി 30-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പ്രഷർ വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിലും വളരെ സക്സസ് ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് 30-ാം തീയതി കഴിഞ്ഞിട്ട് 7-ാം തീയതി 30-ാം തീയതി സർജറി കഴിഞ്ഞ് വാർഡിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്ത് വരാന്തയിലുടനീളം നടന്ന് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. രാവിലെ തന്നെ ചേട്ടൻ്റെ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 വട്ടം കൂടുതലായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ചേട്ടൻ്റെ തിരിയുമൊക്കെ കൈ കിട്ടിയപ്പം അതും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ചേട്ടൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ വണ്ടിയിലായിരുന്നു തിരി, പേപ്പർ, പത്രം, എണ്ണ, ഉപ്പ് എല്ലാതും ഇരുന്നിരുന്നത് വണ്ടിയുടെ ഇതിലാണ്, ബോർഡിലായിരുന്നു, സീറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടാൻ വളരെ വൈകിട്ടാണ് കിട്ടിയത്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, വണ്ടി ഒടിഞ്ഞു നുറുങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ സീറ്റിനകത്ത് ഇരുന്ന ഈ പത്രം, കാശുരൂപം, ഈ ഉപ്പ് എല്ലാം തന്നെ ഒന്നും പറ്റാതെ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുപോലെ തന്നെ തിരിച്ചു കിട്ടി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലേക്ക് എത്തിയപ്പോഴും ഇതുപോലെ തന്നെ മാതാവിൻ്റെ രൂപം ഞങ്ങൾ പുറത്ത് ഈ ഹെഡിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു വെച്ചു. അപ്പം സിസ്റ്റർമാരൊക്കെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് പറയും, ആ കൃപാസനത്തിലെ ആൾക്കാരാണല്ലേ? ഞാൻ അതെ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കിടക്കണേ. അവർ വരുമ്പോഴേ അറിയാം, അവർക്ക് പത്രം ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അവിടെയുള്ളവർക്ക് വൈസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവർക്കൊക്കെ പറഞ്ഞ് കൊടുക്കാൻ നോക്കി. എല്ലാവരോടും പറയാൻ തുടങ്ങി. കാരണം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് 7-ാം തീയതി 4 ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. 30-ാം തീയതി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഒന്ന് സ്റ്റേബിൾ ആവാൻ 1 വീക്ക് കൊടുത്തിട്ട് 7-ാം തീയതി 4 ഓപ്പറേഷൻ പറഞ്ഞു. അത് ഒന്ന് ഷോൾഡറിൻ്റെ ബോൺ ഉള്ള ഓപ്പറേഷൻ, പിന്നെ വാരിയല്ലുകളുടെ ഓപ്പറേഷൻ, പിന്നെ ലങ്സിൽ വന്നിരിക്കുന്ന ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യണം. അതുകൂടാതെ ഫേഷ്യൽ ബോണിനൊരു മുഴുവൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഫേഷ്യൽ റൈറ്റ് സൈഡ് ഫുൾ ഫ്രാക്ചർ ആയിരുന്നു. വലത് കണ്ണ് കുറച്ച് ഉള്ളിലേക്ക് നീങ്ങിയിട്ടായിരുന്നു. കാരണം ഇവിടെ വലിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഈ റൈറ്റ് ഐബ്രോയുടെ മുന്നിലായിട്ട്. അത് പുറമേ ഒരു സ്റ്റിച്ച് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫേഷ്യൽ ബോൺ ഫ്രാക്ചർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കണ്ണ് ഒരു പക്ഷേ താഴേക്ക് കുഴിയും അല്ലെങ്കിൽ താഴേക്ക് ഇടിയും, കണ്ണിൻ്റെ ലെവൽ ഡിഫറൻസ് വരും, ഡ്രൈവ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി 4 ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ മാറി പോവുകയാണെങ്കിൽ അത്രയും നല്ലതായല്ലോ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യണത് തന്നെയാണ് നല്ലത്, ആളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായി മാറും ഭാവിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കൺസെൻ്റ് എടുത്തു. 7-ാം തീയതി രാവിലെ 4-5 ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൺസെൻ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയത്. തിയേറ്ററിൽ കയറ്റി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കണ്ണിൻ്റെ ഈ ഫേഷ്യൽ ബോൺ ഫ്രാക്ചറിൻ്റെ ഓപ്പറേഷന് തന്നെ ഏകദേശം 8-10 മണിക്കൂർ നീണ്ട സമയം വരും. അതാണെങ്കിൽ ഏർലി മോർണിംഗ് ഫസ്റ്റ് കേസായിട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇപ്പം തന്നെ ടൈം വൈകിട്ടുണ്ട്, അവർക്കൊരു എമർജൻസി വന്നതുകൊണ്ട്. അപ്പോൾ ആ സർജറി മാത്രം പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിബ്, വാരിയലുകളുടെ ഓപ്പറേഷനും ഷോൾഡർ ബോണിൻ്റെ ഓപ്പറേഷനും ലങ്സിൻ്റെ ഓപ്പറേഷനും നമുക്ക് ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കാകെ ടെൻഷനായി, എന്ത് വേണം ഈ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഇനിയും വേറൊരു ദിവസം കൂടി അനസ്തേഷ്യ കൊടുത്ത് വരുമ്പോഴത്തേക്കും ആളത്രയും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഒരുപാട് ഓപ്പറേഷനുകളായില്ലേ, ആകെ പേടിയായി പ്രാർത്ഥിച്ചു. അവസാനം ശരി എന്നാൽ ഇപ്പം വേണ്ട. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചു, അത് ചെയ്യാതിരുന്നൂടെ ഡോക്ടറെ, കണ്ണിൻ്റെ ഫേഷ്യൽ ബോണിൻ്റെ അത് ചെയ്യാണ്ടിരുന്നാൽ കുഴപ്പമുണ്ടോ? അത് ചെയ്യാണ്ടിരുന്നാൽ ഇതാണോ ബുദ്ധിമുട്ട് വരിക, ആളുടെ കണ്ണിൻ്റെ ലെവൽ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ച് സർജറി കഴിഞ്ഞു. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ 4 സർജറികളും ചെയ്ത് പുറത്ത് വന്നു. എല്ലാ ദിവസവും നമ്മൾ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും കാശുരൂപം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ബെഡിനടുത്തിരുന്ന് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. കൂടെയുള്ളവർ, ബന്ധുക്കളെല്ലാവരും, ആൻറ്റിമാരെല്ലാവരും വീട്ടിലിരുന്ന് ചൊല്ലി ഇവിടേക്ക് എന്നും വിളിച്ചു പറയുമായിരുന്നു. വിനിൽ വിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം അവർ ഫേഷ്യൽ ബോണിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് തരാൻ വേണ്ടി വന്നു. അപ്പം ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു ഓപ്പറേഷനും കൂടി എടുക്കാനായിട്ട് ആളുടെ ശരീരത്തിന് അതിനുള്ള ശക്തിയില്ല, ആൾ അത്രയും വീക്കാണ്. ഞങ്ങൾക്ക് മാതാവിനോടും ഈശോനോടും തിരുക്കുമാരനോടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറയാം, ഇനിയൊരു ഓപ്പറേഷൻ കൂടി വേണ്ട. ഞങ്ങൾ സ്വയം തീരുമാനിച്ചു അവിടെ വെച്ച്, ബെഡിൽ വെച്ചിട്ട്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഇനി അടുത്ത ഓപ്പറേഷൻ ഡേറ്റ് തരാനാണ് വരുന്നതെന്ന് പറഞ്ഞു. വേണ്ട ഡോക്ടറെ, ഇനി ഓപ്പറേഷൻ വേണ്ട, ആൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും വീക്കാണ്. പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇനി കണ്ണിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മാതാവ് കാത്തോളും, ഇനി ഒരു ഓപ്പറേഷൻ ഇത് കഴിയുമെങ്കിൽ ഒഴിവായി പൊക്കോട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇപ്പോൾ ആ ഓപ്പറേഷൻ ഒഴിവായി പോയത് വളരെ നന്നായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. മാതാവാണ് ഞങ്ങളെ അന്ന് തോന്നിപ്പിച്ചത്. കാരണം ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തലയോട്ടി തുറന്ന് വെച്ചിട്ടാണ് ഉള്ളിലൂടെയാണ് ഈ ഫേഷ്യൽ ബോൺ പൊക്കുന്ന ഓപ്പറേഷൻ ചെയ്യണേ. തലയോട്ടി തുറന്ന് വെച്ച് അതുപോലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫേസിന് കുറച്ച് വികൃതമായ രീതിയിലൊക്കെയാണ് അവരുടെയൊക്കെ ഫേസ് കണ്ടത്. പിന്നീട് ശരിയായി വരുമായിരിക്കും. എന്നിരുന്നാലും ആ ഓപ്പറേഷൻ ചെയ്യാതിരുന്നിട്ട് ഇതുവരെ ചേട്ടന് ഒരു ബുദ്ധിമുട്ടും മാതാവ് ഉണ്ടാക്കിയിട്ടില്ല. ഈശോ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഈ കഴിഞ്ഞതെല്ലാം. അപ്പോൾ ഈ അവസാനം ഞങ്ങൾ ഈ 30-ാം തീയതിയിലെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 13-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു റിക്കവറി ആയിരുന്നു ചേട്ടനുണ്ടായിരുന്നത്. ഇത്രയും മുടിഞ്ഞു തുടങ്ങി വയറിൻ്റെ അകത്തുണ്ടായ ഇൻറ്റേർണൽ ഇഞ്ചുറീസ് അല്ലാതും പിന്നത്തെ ഒരു സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. നമ്മൾ എന്ന് തൈലം തേച്ച് വയറ്റിലും ഒക്കെ പ്രാർത്ഥിക്കുക. വയറ്റിൽ നിന്ന് ബ്ലാക്ക് കളറിൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും മാറി. HB ലോ ഉണ്ടായിരുന്നു, നോർമലായി. BP കൂടുതലുണ്ടായിരുന്നു, അത് നോർമലായി. ഷുഗേഴ്സ് നോർമലായി. എല്ലാതും മാതാവ് നോർമലാക്കി തന്നു. ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അതുപോലെ തന്നെ ഞങ്ങളെ സാമ്പത്തികമായി 18-20 ലക്ഷം രൂപ എന്നൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, വീട് പണിക്ക് വേണ്ടി തന്നെ ഓൾറെഡി ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ സഹായം കിട്ടി. അങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പം ഞങ്ങൾക്ക് സാധിച്ചത്. എല്ലായിടത്തും മാതാവിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അതായത് അവിടെ വന്ന് പോയിട്ട് ഞങ്ങൾക്ക് ആ സംഭവിച്ച ആ ദുരന്തത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ നിമിഷം വരെയും മാതാവിൻ്റെ കൂടെ തന്നെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ട് നടക്കും പോലെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ. ഡോക്ടർ പറഞ്ഞത് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞാലാണ് നോർമൽ ലൈഫിലേക്ക് ആകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു 6 മാസം ആയപ്പോഴേക്കും ആൾക്ക് ബെറ്ററായി. 6.5-7 മാസം തികഞ്ഞപ്പോൾ തന്നെ ആൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഒരു 3-4 മാസം കൊണ്ട് തന്നെ 3 മാസത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ, ബാത്റൂമിൽ പോവുക, ഭക്ഷണം വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. എല്ലാം ഡോക്ടർ കഴിഞ്ഞ ഫസ്റ്റ് റിവ്യൂവിൽ ചെന്നിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാണ്: തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് 10% പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു മിറാക്കിൾ തന്നെയാണ്, ഇത് തൻ്റെ സെക്കൻഡ് ലൈഫാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ. എന്ന് കാണുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഞങ്ങളെ കാണുന്നത് ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നടത്തി തന്നത് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മയുടെ അനുഗ്രഹം അതുപോലെ ഉണ്ടായിരുന്നു. അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഇന്ന് സമാധാനത്തിലിരിക്കുന്നത്. അതുപോലെയാണ് വീട് പണി. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും ഈ മാസം 8-ാം തീയതി വീട് താമസം നടന്നു. അതും എങ്ങനെ നടത്തി, മാതാവ് നടത്തി, അതും നടത്തി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് വാക്കുകളില്ല എനിക്ക്. അത്ഭുതം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നിട്ടും വീട് താമസം ഈ 6-10 മാസത്തിനുള്ളിൽ നടന്നു എന്ന് പറയണത് എങ്ങനെയാണെന്നറിയില്ല. അതും നടന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അമ്മയോടും തിരുക്കുമാരനോടും എണ്ണിയാൽ തീരാത്തത്ര നന്ദിയും കടപ്പാടും ഈ നിമിഷം ഞാൻ പറയുകയാണ്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനമാണ്. തൻ്റെ ഹസ്ബൻഡിൻ്റെ അവസ്ഥ, ആക്സിഡൻറ്റ് മൂലം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ. ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന്, അതായത് ഹാർട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഹൃദയധമനി തന്നെയാണ് മുറിഞ്ഞത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം രക്തം പമ്പ് ചെയ്യുന്ന ഒരു ഹൃദയധമനിയാണ്. അപ്പോൾ അതുമൂലം പിന്നീട് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ മകൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പുതുജീവൻ പ്രാപിച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഒത്തിരിയേറെ ഇൻറ്റേർണൽ ഓർഗൻസ്, ലങ്സ്, ലിവർ, പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈൻ എല്ലാം വളരെ മുറിവേറ്റ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഓരോന്നും ഇവിടെ പറഞ്ഞ് നാം കേട്ടതാണ്. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ 4 ഓപ്പറേഷനുകൾ നടത്തുന്നു. വീണ്ടും ഫേഷ്യൽ ബോണിൻ്റെ, അത് സ്കള്ള് തുറന്നുള്ള ഓപ്പറേഷനാണ്. അത് പറഞ്ഞിരുന്നത് അതിവർ വേണ്ടെന്ന് ഇവർ തന്നെ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളും. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്നാണ് കേട്ടത്. അങ്ങനെ ആ ഓപ്പറേഷൻ നടക്കാതിരുന്നത് ഏറ്റവും നല്ലതായിട്ട് ഇന്ന് അനുഭവപ്പെടുന്നു എന്നും നാം കേട്ടു.
തൻ്റെ ഹസ്ബൻഡിനെ പൂർണ്ണ ആരോഗ്യത്തോടെ അമ്മ തന്നെയാണ് തിരിച്ചു തന്നത്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ആണ് ഈ ആക്സിഡൻറ്റ് നടക്കുക. ഏറ്റവും വലിയ രീതിയിൽ ഈ മകനാണ് ആക്സിഡൻറ്റിൽ സംഭവിച്ചത്. മാരകമായ രീതിയിൽ മുറിവുകൾ, 4 പേർക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അതിലേറ്റവും കൂടുതലായിട്ട് ഈ മകനെയാണ് ബാധിച്ചത് എന്നൊക്കെയാണ് നാം കേട്ടത്. 1 കൊല്ലത്തെ റെസ്റ്റും അതുപോലെ 1 കൊല്ലം കഴിഞ്ഞ് ഈ മകനൊന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ 6 മാസം കൊണ്ട് തന്നെ 6-7 മാസം കൊണ്ട് തന്നെ ഈ മകൻ സ്വന്തമായിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. 3-ാം മാസം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. 6 മാസം കഴിയുമ്പോൾ തന്നെ ഡ്രൈവിംഗ് ചെയ്യുവാൻ, സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുവാനും തൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുവാനുമൊക്കെ സാധിക്കുന്നു. പിന്നീട് കൈകാല് തളരുക, അല്ലെങ്കിൽ ഓർമ്മയില്ലാതാവുക, ഇതൊക്കെയാണ് ഒരു വശം തന്നെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. 10% മാത്രം പ്രതീക്ഷയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി ഇന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് താനും തൻ്റെ പുനർജന്മമാണ് അമ്മ നൽകിയതെന്ന് ഈ മകൻ പറയുമ്പോൾ നന്ദിയോടെ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.